അതറിയോ നിങ്ങൾക്ക്? ലാൽ കൃഷ്ണ അദ്വാനി ഇലക്ഷനിൽ മത്സരിച്ച്, ഇന്ത്യയിൽ ഉണ്ടായതാട്ടോ. രാജേഷ് ഖന്നയും ഇലക്ഷനിൽ മത്സരിച്ച്. ജമാഅത്തെ ഇസ്ലാമി എന്ത് പറഞ്ഞെന്നറിയോ? രാജേഷ് ഖന്നക്ക് ഞങ്ങൾ ചെയ്യൂല. എന്തേ? രാജേഷ് ഖന്ന സിനിമാ നടനാണ്, മൂല്യമല്ല. രാജേഷ് ഖന്ന സിനിമാ നടനാണ്, മൂല്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ ലാൽ കൃഷ്ണ അദ്വാനിക്കാ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ഇന്ത്യയുടെ ജമാഅത്തെ ഇസ്ലാമിന്റെ ചരിത്ര. അത് കഴിഞ്ഞ് കുറച്ച് കൊല്ലം കണ്ട് കഴിഞ്ഞ്, നിങ്ങൾ ഇവരെ പറ്റി മനസ്സിലാക്കാൻ കേട്ടോ പറയുന്നത്. കുറച്ച് കൊല്ലം കണ്ട് കഴിഞ്ഞ് ഗുരുവായൂര് നമ്മുടെ സമദാനി സാഹിബും മത്സരിച്ച്, PT കുഞ്ഞുമുഹമ്മദ് മത്സരിച്ച്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ എന്തറിയോ? സമദാനിക്ക് മൂല്യമല്ല. എന്താ മൂല്യമില്ലാത്ത? ഒന്നുമില്ല, മൂപ്പര് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അതൊരു മൂല്യക്കുറവാ. 2, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അത് രണ്ടാമത്തെ മൂല്യക്കുറവ്. 3, 5 വരെ നിസ്കരിക്കാറുണ്ട്. 4, നബീനോട് ഭയങ്കര ഇഷ്ട. 5, ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുന്നു. ഇതൊക്കെ അയോഗ്യത. PT കുഞ്ഞുമുഹമ്മദോ അല്ലല്ല എന്ന് പറയുന്ന ആള് നമ്പർ 1 യോഗ്യത. 1. 2, മരണാനന്തര ജീവിതമല്ല, ഞങ്ങൾ കൽപ്പിക്കുന്ന രണ്ടാമത്തെ മൂല്യോമീറ്റർ. 3, നബീനെ പൂരെ തെറി പറയും. 4, സിനിമാ നടനാണ്. രാജേഷ് ഖന്ന സിനിമാ നടനായതുകൊണ്ട് മൂല്യമല്ല എന്ന് വോട്ട് ചെയ്തവർ. എന്റെ പ്രിയപ്പെട്ടവരെ, മാനവ ചരിത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ അറുബോറൻ വൃത്തികെട്ടൊരു പ്രസ്ഥാനം ആകാശത്തിന്റെ ചുവട്ടിൽ